കേജ്രിവാളിന്റെ ഒരു ധ്യാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ BJP ആം ആദ്മി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഏറ്റുമുട്ടുന്നത്. വിപാസന ധ്യാനത്തിനായിട്ട് കേജ്രിവാൾ 10 ദിവസത്തേക്ക് പഞ്ചാബിലേക്ക് പോകുന്നു. ഇതോടുകൂടിയാണ് ഇതൊരു വലിയ ചർച്ചയായി മാറുന്നത്. ED 2 വട്ടം കേജ്രിവാളിന് നോട്ടീസ് നൽകിയിരുന്നു ഹാജരാകാനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ തവണ നോട്ടീസ് നൽകിയത് നവംബർ 2-നായിരുന്നു. അന്ന് കേജ്രിവാൾ പറഞ്ഞത് ദീപാവലിയുടെ തിരക്കുണ്ട്, ഒപ്പം തന്നെ 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നൊരു അസൗകര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ED നോട്ടീസ് നൽകിയപ്പോൾ കേജ്രിവാൾ പറയുന്നത് വിപാസന ധ്യാനത്തിന് പോകണമെന്നാണ്. ഇതോടുകൂടിയാണ് ഇതിപ്പോൾ ട്രോളുകളിൽ നിറയുന്നത്. ഏതായാലും BJP ഇതിന് ഒരു ട്രോളുമായി രംഗത്തെത്തി. കുശാസന എന്ന് പറഞ്ഞാൽ തെറ്റായ ഭരണം എന്നുള്ളതാണ് അർത്ഥം. കുശാസന നടത്തിയാൽ ജയിലിൽ ആസനം നടത്തേണ്ടി വരും, അതിനുള്ള സൗകര്യം ഞങ്ങൾ ജയിലിൽ ചെയ്തു തരും എന്നാണ് പറയുന്നത്. ഏതായാലും ED വിളിപ്പിച്ചത് മദ്യകുംഭകോണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനാണ് ED വിളിപ്പിച്ചത്. കേജ്രിവാളിൻ്റെ വലങ്കയ്യ സിസോദിയ ഇപ്പോഴും ജയിലറയ്ക്കുള്ളിലാണ്. ഏതായാലും ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുൻപോട്ട് പോവുകയാണ് കേജ്രിവാൾ. അതിനിടയിൽ കേജ്രിവാളിൻ്റെ ഒരു വലിയ പ്രസ്താവന വിവാദമാവുകയും ചെയ്തു. ജയിലിൽ പോയാൽ ജയിലിൽ ഇരുന്നുകൊണ്ട് താൻ ഭരണം നടത്തും എന്ന് പറയുന്നു. ഇപ്പോൾ BJP ചോദിക്കുന്നത് ജയിലിൽ പോകുമെന്ന് അത്ര ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ധ്യാനവും കുശാസനയും ജയിലാസനയുമൊക്കെ ആയി നിറയുകയാണ് ട്രോളുകളിൽ എമ്പാടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.